ലിപികരുകൾ കുറച്ച് ശക്തമാണ്, അതിനുള്ള ഉപായങ്ങളും വളരെ ശക്തമാണ്. പുസ്തകങ്ങളിലായിട്ടും പ്രസംഗങ്ങളിലായിട്ടും ലഘുലേഖകളിലായിട്ടും കൈ കൊടുക്കുന്ന പോക്കറ്റ് ബുക്കുകളിലായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്നത് വളരെ കൂടിയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ കുറച്ചധികം പറയുന്നത്. നിങ്ങളത് ക്ഷമിക്കണം. കുറച്ചാൾക്കാരൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലായിടത്തും പറയുന്ന ഒരു സംഗതിയാണിത്. നമ്മളെ ഇമാമിയകൾ കുറേ ഇബാദത്തിന് എന്തോ അർത്ഥം കൂട്ടിക്കെട്ടുണ്ടാക്കി. എന്നാൽ അതന്നെ ഞങ്ങൾ കൂട്ടിക്കെട്ടുണ്ടാക്കും. കൂട്ടിക്കെട്ടുണ്ടാക്കണ ഇബാദത്തിന് അർത്ഥം എന്നാ തോന്നുന്നത്. വേണ്ട, ഇബാദത്തിന് നമ്മളെ ഇമാമിയങ്ങൾ ഒരർത്ഥം കൂട്ടിക്കെട്ടിയിട്ടില്ല. ഇബാദത്ത് എന്നതിന് അള്ളാന്റെ റസൂല് പുതിയ ഒരർത്ഥം പഠിപ്പിച്ചിട്ടുമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാന്റെ റസൂല് ഇബാദത്തിന് പുതിയ ഒരർത്ഥം പഠിപ്പിച്ചിട്ടില്ല. ഇബാദത്ത് എന്ന ഭാഷാ ശബ്ദത്തിന് എന്താണോ അറബികൾ മനസ്സിലാക്കിയ അർത്ഥം, ആ അർത്ഥം തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചത്. ആ അർത്ഥത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഇബാദത്ത് പ്രയോഗിച്ചത്. മാറ്റമില്ല. അതെന്തിനാ പറയാ? അത് ഭാഷാപരമായി തന്നെ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആന്റെ എല്ലാ വ്യാഖ്യാനത്തിനും കാണാം, നടന്ന് 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 പഴകി ഒരു വഴിയെ നമ്മൾ പരമാവധി കീഴ്പ്പെടുത്തിയാൽ ആ കീഴ്പ്പെടുത്തിയ വഴിക്ക് പറയുന്ന ഭാഷ അറബികൾക്ക് പണ്ടേ പറയുന്ന ഭാഷ ത്വരീഖുൻ മുഅബ്ബദുൻ. എന്റെ ചെറുപ്പക്കാരൻ ശ്രദ്ധിക്കുകയും, ത്വരീഖുൻ മുഅബ്ബദുൻ, പരമാവധി ഇബാദത്ത് ചെയ്യപ്പെട്ട വഴി. അങ്ങനെ മനസ്സിലാക്കാനോ? ത്വരീഖുൻ മുഅബ്ബദുൻ, പരമാവധി ഇബാദത്ത് ചെയ്യപ്പെട്ട വഴി. ഇബാദത്ത് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? ത്വരീഖുൻ മുഅബ്ബദുൻ എന്ന് പറഞ്ഞാൽ, ത്വരീഖുൻ മുഅബ്ബദുൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തി 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 നമുക്ക് വിധേയപ്പെടുത്തി വിധേയപ്പെടുത്തി എപ്പോഴും നമുക്ക് വിധേയമാവുന്ന തരത്തിൽ കല്ലും മുള്ളൊന്നും ഇല്ലാത്ത തെളിഞ്ഞ വഴി. ദാ ത്വരീഖുൻ മുഅബ്ബദ്. അപ്പൊ കീഴ്പ്പെടുത്തുക വിധേയപ്പെടുത്തുക എന്നതാണ് അബ്ബദ എന്ന് പറഞ്ഞാൽ. കീഴ്പ്പെടുക വിധേയപ്പെടുക എന്നാണ് അബദ എന്ന് പറഞ്ഞാൽ. കീഴ്പ്പെടുക വിധേയപ്പെടുക. പക്ഷെ എങ്ങനെ കീഴ്പ്പെടുക? പരമാവധി കീഴ്പ്പെടുക, പരമാവധി വിധേയപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. പരമാവധി വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ പരമാവധി വിധേയം എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്ത് പിന്നെ ഒരു വിധേയത്വം ഇല്ല. ആ വിധം വിധേയപ്പെടുക. അങ്ങനെ എങ്ങനെയാ? അള്ളാഹു എന്ന പരമാവധിയിലും പറ്റത്തും വിശ്വസിക്കപ്പെടുന്ന ഒരു ദാത്തിന്റെ മുമ്പിൽ ചെയ്യുന്ന വണക്കമാണ് പരമാവധിയുള്ള വിധേയം, പരമാവധിയുള്ള വണക്കം എന്ന് പറയുന്നത്. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്നു. എന്താണ് ആദരവ്? വല്ലാത്ത ആദരവാണ്. അള്ളാഹിന്റെ റസൂൽ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ പദപ്രയോഗത്തിൽ തന്നെ വല്ലാത്തൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോൾ ആലോചിച്ച ഈ ലക്കം പ്രബോധനത്തിൽ തുടക്കം തുടങ്ങിയ എന്നെ ആദരവായ റസൂലുള്ളാഹി എന്നാ. ഞാൻ കുറെ ചിരിച്ചുപോയി. പണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഭാഷ ശ്രദ്ധിച്ച് വളരെ ഭാഷ നോക്കുന്നതാണ് ഈ പ്രബോധനം എന്ന് പറയുന്ന സാധനം. അത് നോക്കണില്ല നമ്മൾ. സാധാരണ മനുഷ്യന്മാർക്കൊന്നും ചിലപ്പോൾ തിരിഞ്ഞോണ്ടൊന്നുമില്ല. അതിന്റെ തുടക്കം ആദരവായ റസൂലുള്ളാഹി എന്ന് വെച്ചിട്ടാണ്. പണ്ട് നമ്മളെ വല്ല മൂല്യന്മാരെ വയലിനെ ഇത് ആദരവായ എന്നാണ്. അന്ന് ആദരവായ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി കുറ്റപ്പെടുത്തില്ലേ. കാരണം ആദരവായ എന്ന് പറഞ്ഞാൽ അത് ഭാഷാപരമായി അത്ര യോജിപ്പില്ല. മഹാനായ ശംസുൽ ഉലമ, നമ്മുടെ മശായിഖുമാരുടെ മശായിഖ്, നമ്മുടെ ജുമാഅത്തള്ളിയിലെ ഉസ്താദൊക്കെ ഉണ്ടായിരുന്നില്ല, അവരൊക്കെ ശൈഖ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുത്ബി നബറല്ലാഹു മർഖദഹു അവർകൾ ആദരവായ റസൂലുള്ളാഹി എന്നേ പറയുള്ളൂ. ആദരവായ ആ ഭാഷയിൽ ഇപ്പോൾ പ്രബോധനം വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. നബിക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു ഭാഷയാണ് ആദരവായ റസൂലുള്ളാഹി. ആ ഹൃദയത്തിൻ്റെ അകത്ത് റസൂലുള്ളയോട് പറയുമ്പോൾ തങ്ങളെ വിശേഷിപ്പിക്കാൻ ഭാഷ നമുക്ക് തടസ്സമല്ല. ഏറ്റവും ഉചിതമായി മറ്റാർക്കും പറയാത്തൊരു വാക്കുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹിനെ ആദരിക്കുന്നത്. അല്ലേ? ആണ്. തങ്ങളുടെ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളെയും സ്വഹാബത്ത് ആദരിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്വഹാബികൾ ആദരിച്ചിരുന്നു എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. എല്ലാവർക്കും അതറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കില്ല. അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ ഈ ആദരവിനെ ആരെങ്കിലും ആ ആദരവ് മൂത്തത് കണ്ടിട്ട് റസൂലുള്ളാഹിനെ ഓലെല്ലാം കൂടി ആരാധിച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ ഉപയോഗിച്ചിട്ടില്ല അറബികൾ. എന്താ ഉപയോഗിക്കാതിരിക്കാൻ കാരണം? നമ്മളും ഉപയോഗിക്കൂല. എന്താ ഉപയോഗിക്കാതിരിക്കാൻ കാരണം? നമ്മൾ നബിയെ ആദരിച്ച് 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 എവിടെ എത്തിയാലും ഏതിനൊക്കെ ആദരിക്കുള്ളൂ? റസൂലുള്ളാഹി എന്ന് നിൽക്കേ ആദരിക്കുള്ളൂ. റസൂലുള്ളാഹി എന്താ അതിന്റെ അർത്ഥം? അള്ളാന്റെ റസൂൽ. അപ്പോൾ റസൂൽ എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്ത് അള്ളുണ്ട്. അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അയച്ച റസൂൽ എന്നാ നമ്മൾ കാണുന്നത്. അള്ളാഹു അയച്ച ദൂതർ എന്ന് പറയുമ്പോൾ റസൂലിന്റെ അപ്പുറത്ത് അള്ളുണ്ട്. അല്ലേ? പാരമ്യത്തിൽ നബിയില്ല. അള്ളാഹുവിന്റെ ദൂതരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി അതേമാതിരി നബി കഴിഞ്ഞാൽ നബിന്റെ ഉമ്മത്തിലെ വലിയ മഹാത്മാക്കളെ നമ്മൾ ആദരിക്കുന്നു. ആദരിച്ചാൽ എങ്ങനെയാ നമ്മൾ അവർക്ക് വിശേഷിപ്പിക്കുന്നത്? അവരെ നമ്മൾ പരമാവധി വിശേഷിപ്പിച്ചാൽ എന്താ പറയാ? അള്ളാന്റെ അടുപ്പക്കാർ, അള്ളാന്റെ വലിയ,
അല്ല, അള്ളാന്റെ വലിയ എന്ന് പറയുമ്പോ വലിയ എന്നതിനപ്പുറം അള്ളണ്ട് അല്ലെ? അള്ളാന്റെ വലിയ എന്നാ നമ്മൾ ആദരിക്കുന്നതിന്റെ മുഖം. അപ്പൊ ആദരവ് അള്ളാഹു എന്ന് പറഞ്ഞാലോ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നില്ല. അള്ളാഹുവിനെ നമ്മൾ ആദരിക്കുന്നു, അള്ളാഹുവിനെ നമ്മൾ ബഹുമാനിക്കുന്നു, അള്ളാഹുവിന് നമുക്ക് കീഴ്വണക്കമുണ്ട്, അള്ളാഹുവിന് നമ്മൾ വിധേയപ്പെടുന്നു. അതിന്റെ അപ്പുറത്ത് ഞാനുണ്ടോ? ഇല്ല. അപ്പൊ അപ്പുറത്തില്ലാത്ത വിധം പാരമ്യത്തിലിരിക്കുന്ന ദാത്തിനെ, അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ശക്തിയെ നമ്മൾ ആദരിക്കുന്ന ആ ആദരവിന്റെ പേരാണ് പരമമായ ആദരവ്. പരമമായ ആദരവ് എന്നതിനുള്ള മലയാളത്തിലെ പര്യായ പദമാണ് ആരാധന. ആദരവ് മൂത്താൽ അത് മൂത്ത് 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 അതിന്റെ പാരമ്യം എവിടെയാവും? ആരാധന എന്ന്. എന്നാ സിനിമാ നടന്മാരെ ആരാധിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല. അതൊക്കെ സാധാരണ ഒരു അലങ്കാര പ്രയോഗമാണ്. ഒരു അലങ്കാര പ്രയോഗം, യഥാർത്ഥ പ്രയോഗമല്ല. യഥാർത്ഥ പ്രയോഗത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിനെ അറ്റത്ത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആ പരമമായ ശക്തി എന്ന നിലക്ക് നൽകുന്ന ആദരവിനും ബഹുമാനത്തിനുമാണ് നമ്മൾ ആരാധന എന്ന് പറയാം. ഇതിന് ഉദാഹരണം കാണിക്കാം. അള്ളാന്റെ മുമ്പിൽ നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോൾ നിൽക്കുകയാണ്. നിൽക്കുന്നത് ഇബാദത്തല്ലേ? ആണ്, ഇബാദത്താണ്. അതേ നൃത്തം ഒരു പട്ടാളക്കാരൻ ആ പട്ടാളക്കാരന്റെ ക്യാപ്റ്റന്റെ മുമ്പിലോ ജനറലിന്റെ മുമ്പിലോ നിൽക്കുന്നുണ്ടല്ലോ, അത് ആരാധനയാണോ? അല്ല. എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? ഭക്തിയാദരപൂർവ്വം നമ്മൾ അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ തന്നെ മേലുദ്യോഗസ്ഥന്റെ മുമ്പിലോ പേടിക്കപ്പെടുന്ന ഒന്നിന്റെ മുമ്പിലോ നമ്മൾ നിന്നാൽ അതിനെന്ത് പറയൂല? ആരാധനന്റെ നൃത്തം എന്ന് പറയൂല. എന്ത് ചെയ്താലും പറയൂല. നമ്മൾ മുള്ളെടുത്തിടുന്നുണ്ട്. എന്തിനു വേണ്ടി? ഈ വഴിയിലൂടെ നടക്കുന്ന മുള്ള് നമ്മൾ സാധാരണക്കാർക്ക് ഉപദ്രവം ഉണ്ടാകരുത് എന്നിട്ട്. നല്ല കർത്ത. നേരെ മറിച്ച് സാധാരണക്കാർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഈ മുള്ള് നീക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞതാണ്, അള്ള കൽപ്പിച്ചതാണ്, അള്ളാന്റെ അടുക്കൽ പുണ്യം കിട്ടും എന്ന് കരുതി നമ്മൾ ചെയ്യുമ്പോഴോ അത് ആരാധനയാകുന്നു. മുള്ളെടുക്കുന്ന ആരാധന. എന്തുകൊണ്ട്? അള്ളാനെയാണ് നമ്മളോട് ആദരിക്കുന്നത്. രാജീവ് ഗാന്ധി വരും, പ്രധാനമന്ത്രി വരും എന്ന് എഴുതിയിട്ട് നമ്മൾ വഴി നന്നാക്കിയാലോ അത് ആരാധന എന്ന് പറയില്ല. അള്ളാഹ്ക്കും വേണ്ടി വഴി നന്നാക്കിയാലോ ആരാധന എന്ന് പറയൂ. എന്താ തമ്മിൽ വ്യത്യാസം? പരമമായ ശക്തി, പരമമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഇലാഹ്, ആ ഇലാഹ് എന്ന പ്രയോഗത്തിൽ എത്തുമ്പോഴാണ് ആ ഇലാഹിന് ചെയ്യുന്ന വണക്കമാണ് നമ്മൾ പരമമായ വണക്കം എന്ന് പറയാം. ഇങ്ങനെ സാക്ഷാൽ നിലക്ക് പരമമായി വണങ്ങപ്പെടാൻ പറ്റുന്നത് അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുക എന്നതാണ് തൗഹീദിന്റെ നന്ന അടിസ്ഥാനപരമായി ഒരാൾ സ്വർഗപ്രവേശം നേടാൻ വേണ്ട സാധാരണക്കാരത്തിന്റെ വിശ്വാസത്തിന്റെ തലം. നമ്മളൊക്കെ അവിടെയാണ്. അള്ളാഹു അത് വളർത്തി സംസ്കരിച്ച് ഉയർത്തിക്കൊണ്ടുവരുമാറാവട്ടെ. ഇനി അവിടുന്ന് വിട്ടിട്ടുണ്ട് പദം. എന്താ പദം? അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ആശയം, ഇബാദത്ത് ചെയ്യപ്പെടാൻ പറ്റുന്ന പാരമ്യത്തിലുള്ള ദാത്ത്, അങ്ങേ അറ്റത്തുള്ള ദാത്ത്, അങ്ങേ അറ്റത്തുള്ള സത്ത, അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന വസ്തുത മനസ്സിന്റെ അകത്ത് നല്ലോണം അങ്ങ് ബോധ്യപ്പെടുക, വെളിച്ചത്തിൽ ബോധ്യപ്പെടുക, പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന വെളിച്ചത്തിൽ ബോധ്യപ്പെടുക. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ എന്തും അള്ളാഹുവിൻ്റെതായി മാത്രം അവൻ കാണും, അള്ളാഹിൻ്റെതായി മാത്രം കാണും. നമ്മളമ്മാനെ അള്ളാഹു നമുക്ക് ഉമ്മയാക്കിയ ആള് എന്ന് കാണുക, ബാപ്പാനെ അള്ളാഹു നമുക്ക് വാപ്പയാക്കിയ ആള് എന്ന് കാണുക, ഗുരുനാഥനെ അള്ളാഹു നമുക്ക് ഗുരുവാക്കിയ ആള്, വീടിനെ അള്ളാഹു നമുക്ക് പാർക്കാൻ തന്നത്, പള്ളിയെ അള്ളാഹുവിന്റെ ഭവനം, ഇങ്ങനെ അള്ളാഹുവിൻ്റെതായിട്ടല്ലാതെ മറ്റൊന്നിനെയും കാണാത്ത വിധം എല്ലാറ്റിനെയും അവൻ കാണുന്നുണ്ട്, പടപ്പുകളെ. പക്ഷെ ഇതൊക്കെ അള്ളാഹുവിൻ്റെതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്ന വിധം അള്ളാഹു അള്ളാഹുവിൻ്റേത് എന്ന അർത്ഥത്തിൽ അള്ളാഹു തആലാനെ എല്ലാ വസ്തുക്കളുടെയും യജമാനനായിട്ട് മനസ്സിനെല്ലാം ഉറപ്പിക്കുമ്പോഴാണ് ഈ എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ യജമാനൻ എന്ന് പറയുമ്പോൾ ആ റബ്ബുൽ ആലമീൻ നമ്മൾ പറയാം അല്ലേ? ആ റബ്ബുൽ ആലമീൻ ആയതുകൊണ്ടാണല്ലോ അള്ളാഹു മാത്രം ഇലാഹാകുന്നത്. അള്ളാഹു മാത്രം ഇലാഹാകുന്നതിന് അടിസ്ഥാനമാകുന്ന റബ്ബുൽ ആലമീൻ എന്ന ആശയം മനസ്സിന്റെ അകത്ത് നല്ലോണം ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെതുമല്ലാതെ മറ്റൊന്നും കാണാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ വളർന്നാൽ ആ മനുഷ്യന്റെ തൗഹീദ് മുന്തിയ തൗഹീദാണ്, അള്ളാഹുവിന്റെ അടുപ്പക്കാരുടെ തൗഹീദ്. ഇതും തൗഹീദ് തന്നെയാണ്.
അവിടേക്ക് എത്രയും കുറേ വഴിദൂരമുണ്ട്, കുറേ സാഹസമുണ്ട്. തൊള്ളോണ്ട് പറയാൻ എളുപ്പമാണ്, കാതുകൊണ്ട് കേൾക്കാനും എളുപ്പമാണ്, മനസ്സിക്ക് കടക്കാനും എളുപ്പമാണ്. പക്ഷെ അനുഭവിക്കാൻ കുറേയധികം പ്രയാസമുണ്ട്. അള്ളാഹു ആ വെളിച്ചം നമുക്ക് നൽകുമാറാവട്ടെ. പോരാ, അവിടെ നിന്നും വിട്ടൊരു മർത്തബയിലെത്തിയാൽ ഉണ്മ തന്നെ അള്ളാഹുവിന്, മറ്റൊന്നും ഇല്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുന്നത് പൊട്ടത്തരല്ലേ എന്നാ പിന്നെ പറയാം. പൊട്ടത്തരൊന്നും അല്ല, അള്ളാഹുവിനെ യഥാർത്ഥ ഉണ്മയുള്ളൂ. ബാക്കിയൊക്കെ അള്ളാഹു തരുമ്പുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അറിയലുള്ളൂ. നമ്മളുണ്ട് പറഞ്ഞു, പണ്ടുണ്ടായിനോ? ഇല്ല. എനിക്കെത്ര വയസ്സായി എന്ന് പറയാൻ കഴിയുമല്ലോ, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് പറയാൻ കഴിയും. അപ്പൊ ആ വയസ്സിന്റെ മുമ്പുകളില്ല, ഞാനും ഇല്ല. ഇനി മരിക്കുന്ന തീയതിയും പറയാൻ കഴിയും, ഇന്ന തീയതിക്ക് ആള് മരിച്ചു കഴിയും. അങ്ങനെ പറഞ്ഞാൽ പിന്നെയും ഇല്ല. അപ്പൊ ഉണ്ടായതും ഇല്ലായ്മയും ഇനിയും ഇല്ലായ്മയും വരാൻ പോകുന്നതിനിടയ്ക്ക് കുറച്ചു കാലം ഉണ്ടായതിനെ പറ്റി, ഒരു ലേശം കാലം നമ്മളടിയിലെങ്കിലും ഉണ്ടായതിനെ പറ്റി ശരിക്കൊരു ഉണ്മ എന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് അള്ളാഹുവിற்கு മാത്രം ഉണ്മയുള്ളതായി മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ തൗഹീദ് ഒന്നുകൂടി ശക്തിയാവുന്നു. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ മുഖറബീങ്ങളുമായിട്ടുള്ളവരും അവിടേക്ക് എത്തുന്നതിന് മുൻപുള്ള ആളുകളും ഒക്കെ ഒരു വിധാനത്തിലേക്ക് എത്തുന്നു തൗഹീദ്. ഞാനതിലിങ്ങനെ പറഞ്ഞു പോവുക, ഈ തൗഹീദിന്റെ വിധാനങ്ങൾ ഇങ്ങനെ ഉയർന്നു പോയാൽ വളരെ വളരെ തലങ്ങളുണ്ട്. ആ തലങ്ങളിൽ ഒരു സാധാരണ വിശ്വാസിക്ക് മുവഹിദാണ്, സ്വർഗപ്രവേശനം കിട്ടും എന്ന് പറയേണ്ട തൗഹീദാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിന്റെ മാറ്റമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ശിർക്ക്. അപ്പൊ തൗഹീദ് എന്താണാ മനസ്സിലാക്കുന്നത്? അല്ലാഹുവല്ലാതെ ശരിക്കും ഇബാദത്ത് ചെയ്യപ്പെടുന്ന, ആരാധന എന്ന വണക്കം ചെയ്യപ്പെടാൻ അർഹമായിട്ടുള്ള ഒരു സത്തയില്ല, ഒരു ശക്തിയില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ ഹൃദയത്തിൽ ഉറച്ച ആശയത്തിനാണ് എന്ത് പേര്? തൗഹീദ്.